പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ ഈ മഴ മുന്നറിയിപ്പൊന്നും ഇല്ലാത്ത ദിവസമാണ്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നല്ലോ, കാരണം ഇനി അടുത്തൊരു 3-4 ദിവസത്തേക്ക് ഇതേപോലെ തന്നെ വലിയ മുന്നറിയിപ്പൊന്നും ഉണ്ടാകില്ല, മഴ മുന്നറിയിപ്പൊന്നും ഉണ്ടാകില്ല. എന്തായാലും നമ്മുടെ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം, എല്ലായിടത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഈ ഗ്രീൻ അലേർട്ടാണ്. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ 14 ജില്ലകളിലും കനത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 17 വരെയുള്ള സംസ്ഥാനത്തെ കാലാവസ്ഥ വരണ്ടതായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. പക്ഷേ ഫെബ്രുവരി 18 ആകുമ്പോഴേക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും IMD മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൂട് വർദ്ധിച്ചു വരികയാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചില ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. രണ്ടാമത്തേത്, ദാഹമൊന്നും ഇല്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കണമെന്നുള്ളതാണ്. ഈ നിർജ്ജലീകരണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, നിർജ്ജലീകരണം മാത്രം നമ്മുടെ സ്കിൻ ഡിസീസസ് ഒത്തിരി വരും. നമുക്ക് ഈ ജലാംശം ശരീരത്തിലേക്ക് ചെല്ലുന്നത് ഒരുപാട് നല്ല നമ്മുടെ ശരീരത്തിന് യുവത്വം നിലനിർത്താൻ, മറ്റ് ഈ ത്വക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാൻ, എന്തിന് നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ വരില്ലേ തലയിൽ, അതിനെപ്പോലും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്ത് കുടിവെള്ളം ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്തപ്പോഴാണ് എപ്പോഴും ഈ ഡ്രൈ സ്കാൽപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഇപ്പം ചൂടുകാലമായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഒത്തിരി വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകുന്ന പാനീയങ്ങൾ പക്ഷേ പകൽ സമയത്ത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ളത്, അതേപോലെ തന്നെ കാപ്പി, ചായ, ഈ ഹോട്ട് ബിവറേജസും അതേപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ രാവിലെ കുടിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ 11-നും 3-നും ഇടയ്ക്ക് കുടിക്കുന്നതൊക്കെ മാക്സിമം അങ്ങ് ഒഴിവാക്കിയേക്ക് നല്ല ശുദ്ധമായ വെള്ളം, സാധാരണ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ പഴങ്ങളും പച്ചക്കറിയും ഒക്കെ ഒത്തിരി ഈ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി അത്രയും നല്ലയാ. പിന്നെ അസ്വസ്ഥതകളൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങിയാൽ, കാരണം സൂര്യതാപമൊക്കെ ഏൽക്കാനുള്ള സാധ്യത, പുറംപണി ചെയ്യുന്നവർക്കൊക്കെ സൂര്യതാപമൊക്കെ ാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും വൈദ്യസഹായം തേടുകയൊക്കെ വേണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഒക്കെ പിള്ളേരുടെ കാര്യത്തിൽ കുറച്ച് അധികം ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കിനി സംസ്ഥാനത്തെ താപനില എങ്ങനെയാണെന്ന് നോക്കാം. കണ്ണൂരിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉയർന്ന താപനില രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നതും. കണ്ണൂരിലെ ഉയർന്ന താപനില നോക്കുകയാണെങ്കിൽ 36.4 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂരിലേത്. കുറഞ്ഞ താപനില 20.9. തൊട്ടടുത്ത് കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ 35.4 ആണ് കൂടിയ താപനില. കുറഞ്ഞ താപനില അവിടെ 23.6 ആണ്. ഇനി ഇതേ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തെ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 22.5 ഡിഗ്രി സെൽഷ്യസുമാണ്. കൊച്ചിയിൽ പതിവ് പോലെ തന്നെ 32.2 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. ഫെബ്രുവരി 18 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കൊന്നുമില്ല. പിന്നെ മാത്രമല്ല, കന്യാകുമാരി തീരത്ത് ഇന്ന് വൈകിട്ട് 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ 1 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ. നമുക്കിനി